ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ കള്ളവേഷം മതനിരപേക്ഷതയാണ്. UDF പറയുന്നത് ഞങ്ങൾ വർഗീയതയ്ക്കെതിരാണ്, LDFും അതുതന്നെ. പക്ഷെ ചോദ്യം ഇതാണ്, ഏത് വർഗീയതയ്ക്കെതിരെ? വോട്ട് കിട്ടുമ്പോൾ വർഗീയത ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും വഴിമാറുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയെപ്പറ്റി ചോദിച്ചാൽ സ്ഥിരം ഡയലോഗ്, ഞങ്ങൾ ചോദിച്ചില്ല, അവർ തന്നതാണ്. അപ്പോൾ ഒരു ചോദ്യം, വോട്ട് വേണ്ടെന്ന് തുറന്നു പറഞ്ഞില്ലെങ്കിൽ അത് അംഗീകാരമല്ലേ? ഒരു മതാധിഷ്ഠിത സംഘടനയുടെ രാഷ്ട്രീയ പിന്തുണ സ്വീകരിക്കുമ്പോൾ അത് മതനിരപേക്ഷം, അത് മറ്റൊരു പാർട്ടി ചെയ്താൽ വർഗീയതയാവും. ഇതാണ് ഇരട്ടത്താപ്പ്. മതം ഭൂരിപക്ഷമാണോ ന്യൂനപക്ഷമാണോ എന്നല്ല വിഷയം. മതത്തെ രാഷ്ട്രീയ ആയുധമാക്കിയാൽ അത് വർഗീയത തന്നെയാണ്. ഇന്ന് ചോദിക്കേണ്ടത് ഇതാണ്, UDF ന്യൂനപക്ഷ വർഗീയതയ്ക്കല്ലെങ്കിൽ അധികാരത്തിന് തടസ്സമാകുന്ന വർഗീയതയ്ക്കെതിരാണോ? ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചതിനാൽ UDF പിന്തുണ സ്വീകരിക്കുമെന്ന് VD സതീശൻ. ന്യൂനപക്ഷ വർഗീയതയെ പുണരുന്നതാണെന്ന് LDF. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള മതാധിഷ്ഠിത സംഘടനകളുടെ അനുകൂല സിഗ്നൽ വന്നാൽ LDF പറയുന്ന സ്ഥിരം ഡയലോഗും, ഞങ്ങൾ ചോദിച്ചില്ല, അവർ തന്നതാണ്. വേണ്ടെന്ന് തുറന്നു പറയാൻ എന്താണ് തടസ്സം? പക്ഷം മാറുമ്പോൾ അവസാനിക്കുന്നതോ വർഗീയത?